പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശ്വൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹ ശിരസ് നമിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല തമ്പുരാനെ, ഒരു വർഷം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോവുകയാണ്. ഈ വർഷത്തെ യാത്രയയക്കുവാൻ അങ്ങയുടെ കരം പിടിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാമുവേലിൻ്റെ പുസ്തകം 2-ാം പുസ്തകം 22:10 കർത്താവ് ആകാശം ചായച്ചിറങ്ങി വന്നു, കൂരിരുട്ടിൻ്റെ മീതെ അവിടുന്ന് പാദമുറപ്പിച്ചു. കർത്താവേ, ഈ രാത്രിയിൽ 2025 ആണ്ട് അവസാനിക്കുന്ന ഈ രാത്രിയിൽ ഈ കൂരിരുട്ടിൻ്റെ മീതെ പ്രകാശമായി അങ്ങ് ഇറങ്ങി വരണമേ. 2 സാമുവേൽ 22:29 വചനം കർത്താവേ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങൻ്റെ ദീപമാണ് എൻ്റെ ദൈവം, എൻ്റെ അന്ധകാരം അകറ്റുന്നു. Lord, you are my light. കർത്താവേ, അങ്ങൻ്റെ ദീപമാണ് ഈ അന്ധകാരത്തിൽ. അസ്തമയ സൂര്യന് കടന്നുപോയി അന്ധകാരം വീണ് മനോഹരമാകുന്ന ഈ രാത്രിയിൽ കർത്താവേ, നന്ദിയോടെ ഈ മണിക്കൂറിൽ അങ്ങയോടൊപ്പം ഞങ്ങളായിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഒരു നിമിഷം സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിച്ചു പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവപിതാവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ ശിരസ് നമിച്ച് പാടാം. സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും കർത്താവേ, ജീവനുമെന്റെ സർവസ്വവും സർവസ്വവും മുൻപിലണച്ച് മുൻപിലണച്ചു
സർവസ്വവും ജീവനുമെന്റെ ഈശോ സർവസ്വവും കുമ്പിടുന്നു കർത്താവേ, കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ഓ പരിശുദ്ധാത്മാവേ, റൂഹായേ, പവനാത്മാവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. കരങ്ങൾ വീശി പാടാം. ഹല്ലേലൂയ, 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 ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 34:4. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ അവിടുത്തെ തേടുകയാണ്. എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം, എൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി കർത്താവേ അങ്ങയുടെ കൈകളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി വചനം പറഞ്ഞു വയ്ക്കുന്നു. സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈ രാത്രിയിൽ കർത്താവേ, എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് ഞാൻ തിരിക്കുന്നു. എനിക്കും പ്രകാശം പരത്തുന്നൊരു വ്യക്തിയാവണം. ഈ ഒരു വർഷക്കാലം കർത്താവേ, അങ്ങൻ്റെ ജീവിതത്തിലേക്ക് തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. കുറവുകളേറെ ഉണ്ടായിട്ടുണ്ട് ഈശോയെ, അവയെല്ലാം അങ്ങ് എന്നോട് പുറത്തിട്ടുണ്ട്. അതുമാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ രാത്രിയെ മുഴുവൻ സമർപ്പിക്കാം. ഇന്ന് വരെയും എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് ഈ അൾത്താരയിൽ നമുക്ക് മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് സ്നേഹത്തോടെ വിളിക്കാം. തോമാശ്ലീഹ ഉദ്ഘോഷിച്ച ആ വചനം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമുക്ക് ആ വചനം ഏറ്റു പറയാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കണ്ണുകൾ തുറന്ന് ബലിപീഠത്തിൽ മുറിയപ്പെടുന്നവനായി എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ, ഊതിയാൽ പറക്കുന്നൊരപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതിൻ്റെ പേരാണ്
ദിവ്യകാരുണ്യം, കംപ്ലീറ്റ് ലവ്, പരിപൂർണ സ്നേഹം ഈശോ മാത്രമേ ഉള്ളൂ. ഈ അൾത്താരയിൽ ഞാനും എൻ്റെ ഈശോയും ഇവിടെ ഉയരുന്ന ആരാധനാസ്തുതികളും മാത്രം. സ്വർഗം മുഴുവൻ എനിക്ക് ചുറ്റുമുണ്ട്. ഒരിക്കൽ കൂടെ കണ്ണുകൾ അടയ്ക്കാം. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വാക്ക്, ഈശോ ദൈവം രക്ഷിക്കും, ഈ വാക്ക് മാത്രം പാടിക്കൊണ്ട് ഈ നിമിഷം ഈശോയെ സ്നേഹിക്കാം. ഈശോയേ, 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 ചേർന്ന് പാടാം. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ഈശോയേ, 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 എൻ്റെ നാഥനെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ശിരസ് നമിച്ച് സ്നേഹത്തോടെ ഈശോയുടെ മുൻപിൽ ആരാധനാസ്തുതി നമുക്ക് അർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം തമ്പുരാൻ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വർഷാവസാന, അതോടൊപ്പം വർഷാരംഭ ആരാധന നടത്തുന്നത്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈശോ നമുക്ക് വിചിന്തനം ചെയ്യുവാനായിട്ട് തരുന്ന വചനഭാഗം ജോഷുവായുടെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിൽ കടന്നു വരുന്ന ഒരു സംഭവമാണ്, ഒരു വാക്ക്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പഞ്ചഗ്രന്ഥികൾ നിയമാവർത്തന പുസ്തകത്തോടുകൂടെ അവസാനിക്കുന്നു. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മോശ കടന്നു പോവുകയാണ്. 34:9 നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈകൾ വച്ചിരുന്നു. ഇസ്രായേൽ ജനം അവൻ്റെ വാക്കു കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ നെബോ മലയിൽ വെച്ച് അനുസരണക്കേടിനെ പ്രതി മോശ കടന്നു പോവുകയാണ്. തുടർന്ന് ജോഷുവ ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജോഷുവ ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. കാനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ അവസാന പടിയിൽ ഇസ്രായേൽ എത്തി നിൽക്കുമ്പോൾ ജോഷുവ നേതൃത്വം ഏറ്റെടുക്കുന്നു. അവർ കാനാനിലേക്ക് കടക്കുവാൻ ഒരുങ്ങുന്നു. ഇതാണ് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. 1-ാം അധ്യായം കാനാനിലേക്ക് പ്രവേശിക്കുവാൻ ജനമൊരുങ്ങുന്നു. ദൈവം ജോഷുവയോട് പറയുന്നുണ്ട്, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. മോശയോട് മുഖാഭിമുഖം സംസാരിച്ച കർത്താവ് ജോഷുവയോട് പറഞ്ഞു, മോശയോട് കൂടെ എന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നീട് വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, അവർ ജോർദാൻ മറികടക്കുന്നു. ജോർദാൻ നദി പുരോഹിതന്മാരുടെ പാദസ്പർശമേറ്റപ്പോൾ 2ആയി വിഭജിക്കപ്പെടുന്നു. ജനം ജോർദാൻ കടന്ന് അക്കരെ എത്തുന്നു. തുടർന്ന് 6-ാം അധ്യായത്തിൽ ജെറീക്കോ കോട്ട, നമുക്കറിയാം ജെറീക്കോ പ്രാർത്ഥനയും മറ്റുമെല്ലാം 7 പ്രാവശ്യം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും വലം വെച്ച് അവർ ജെറീക്കോ കോട്ട തകർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ജെറീക്കോ കോട്ടയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് കൃത്യമായും ദൈവം ജോഷുവ വഴി ഇസ്രായേൽ ജനത്തോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ജെറീക്കോ കോട്ടയിൽ കയറുമ്പോൾ നിഷിദ്ധ വസ്തുക്കൾ ഏതും ഉപയോഗിക്കരുത്, എടുക്കരുത്, സ്വീകരിക്കരുത്. സർവ്വതും നശിപ്പിച്ച് കളയണം. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ടയിലേക്ക് പ്രവേശിച്ചു. രാജ്യവും ദേശവും കോട്ടയുമെല്ലാം നശിപ്പിച്ച് അവർ കടന്നുപോയി. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ 7-ാം അധ്യായത്തിൽ ജെറീക്കോ കോട്ട കീഴടക്കിയതിന് ശേഷം ഇവർ പിന്നീട് മറ്റൊരു ജനതയുമായി യുദ്ധത്തിന് പോവുകയാണ്. ആയി പട്ടണം, ഇതാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം. ആയി പട്ടണത്തിലേക്ക് അവർ പോകുന്നു. ജനം ഒറ്റുനോക്കാൻ പോയ ചാരന്മാർ ജോഷുവയോട് വന്ന് പറയുകയാണ്. 7-ാം അധ്യായം 3-ാം തിരുവചനം. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല, 2000-ഓ 3000-ഓ പേർ പോയാൽ മാത്രം മതിയാകും. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി. എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി. ആയി നിവാസികൾ 36ഓളം ഇസ്രായേൽക്കാരെ വധിച്ചു. വേദനയോടെ സങ്കടപ്പെട്ട് നേതാവ് ജോഷുവ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ തമ്പുരാൻ കൃത്യമായിട്ടും ജോഷുവയോട് പറഞ്ഞു, എന്തിനാണ് ജോഷുവ നീ കരയുന്നത്? 7:10 എഴുന്നേൽക്കുക, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? 13-ാം അധ്യായം. നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്, അത് എടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അറിവില്ലായ്മയല്ല, മറിച്ച് ഇഷ്ടം തോന്നി എന്തൊക്കെയോ നിഷിദ്ധ വസ്തുക്കൾ ഇസ്രായേൽ ജനം സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ആയി പട്ടണത്തെ അവർക്ക് കീഴടക്കാൻ സാധിക്കാതിരുന്നത്. പിന്നീട് വലിയൊരു നറുക്കെടുപ്പും വലിയൊരു കോലാഹലവും ഒക്കെയാണ്. ഒടുവിൽ ഒരു മനുഷ്യനെ അവർ കണ്ടെത്തുകയാണ്. ആ മനുഷ്യൻ്റെ പേരായിരുന്നു ആഖാൻ. ആഖാൻ. ജോഷുവ ചോദിച്ചു, ആഖാനെ നീ എന്ത് ചെയ്തു? 7-ാം അധ്യായം 21-ാം തിരുവചനം. കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും
200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ആയി പട്ടണത്തെ കീഴടക്കാൻ പറ്റിയില്ല? കാരണം ഇത്രമാത്രം നിഷിദ്ധ വസ്തു, തമ്പുരാന് പ്രിയങ്കരമല്ലാത്ത എന്തോ വസ്തു അവർ കൈകളിൽ സൂക്ഷിച്ചു. പിന്നീട് വചനം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം എന്ത് സംഭവിച്ചു. ആഖാൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം കൂട്ടപ്പെട്ടു. ആ സ്ഥലത്തിന് താഴ്വരയ്ക്ക് ഒരു പേരും വീണു, ആഖോറിൻ്റെ താഴ്വര. ആഖോറിൻ്റെ താഴ്വര അർത്ഥം ഇതാണ്, ദുരിതത്തിൻ്റെ താഴ്വര. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ രാത്രിയിൽ നമുക്ക് തരുന്ന ബോധ്യം ഇതാണ്. നിഷിദ്ധ വസ്തു, തമ്പുരാന് പ്രിയമല്ലാത്ത എന്തെങ്കിലും വസ്തു ഈ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഈ രാത്രിയിൽ നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. തമ്പുരാന് പ്രിയമല്ലാത്ത ഏതെങ്കിലും വസ്തു എൻ്റെ കയ്യിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെല്ലാം ഒഴിവാക്കാം. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 3:8 പൗലോസ്ലീഹ പറയുന്നുണ്ട്, സർവ്വതും ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി എൻ്റെ കർത്താവിനെ പ്രതിയുള്ള സ്നേഹത്താൽ. അപ്പോൾ ആഖോറിൻ്റെ താഴ്വര, ദുരിതത്തിൻ്റെ താഴ്വരയാകാതിരിക്കണമെങ്കിൽ തമ്പുരാന് പ്രിയമല്ലാത്ത എല്ലാ വസ്തുക്കളും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ പുതിയ വർഷം 2026 ആരംഭിക്കുമ്പോൾ ഈശോയും ഞാനും മാത്രം, വേറെ ഒന്നും വേണ്ട. ഈശോയും ഞാനും മാത്രം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളാവട്ടെ, ഇഷ്ടങ്ങളാകട്ടെ, വസ്തുക്കളാകട്ടെ, എന്തുമാവട്ടെ, അത് എനിക്ക് ദുരിതത്തിൻ്റെ താഴ്വര സമ്മാനിക്കും. ഒന്നും വേണ്ട, ഈശോ മാത്രം, വേറെ ഒന്നും എനിക്ക് വേണ്ട. നമുക്ക് നന്ദി പറഞ്ഞുള്ള ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോവുക, ഈ നാളുകളിൽ, കഴിഞ്ഞ ഒരു വർഷം അല്ല, ജീവിതകാലത്ത് അത്രയും എൻ്റെ തമ്പുരാൻ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. അല്ല തമ്പുരാനെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒറ്റ സമൂഹമായി തമ്പുരാനെ നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, 2 കരങ്ങൾ മാറോട് ചേർത്ത് വയ്ക്കാം. നല്ല തമ്പുരാനെ, നന്ദി പറഞ്ഞാലും പറഞ്ഞാലും മതിയാക്കാത്ത സ്നേഹമേ, കൃപ നിറയ്ക്കുന്ന പൊന്നു തമ്പുരാനെ, നന്ദി പറയുന്നു. മനസ്സിലേക്ക് കർത്താവ് തരുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. നന്ദിയോടെ അവയെ മൗനമായി കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് നമ്മുടെ വിളി ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. ദൈവവിളി. പുരോഹിതരുണ്ട്, സന്യസ്തരുണ്ട്, സമർപ്പിതരുണ്ട്, ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നല്ല തമ്പുരാനെ, ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ ശുശ്രൂഷകൾ കടന്നു പോയ ഒരു വർഷം. ഈശോയെ, സമർപ്പിതര്, വൈദികര്, സന്യാസികൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. അവർ വഴി തിരുസഭയ്ക്കും ലോകത്തിന് മുഴുവനും നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാവൂ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ നന്ദി. ഈശോയെ,
എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം മക്കളെ ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഭൗതികമായ വലിയ നേട്ടങ്ങളിലേക്കും നയിക്കുവാൻ സാധിച്ച മാതാപിതാക്കളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ചിലപ്പോഴൊക്കെ വേദനിച്ച മാതാപിതാക്കളുണ്ട്, മുറിയപ്പെട്ട മാതാപിതാക്കളുണ്ട്. എങ്കിലും മക്കളോടുള്ള സ്നേഹത്താൽ അവർ സർവ്വതും ക്ഷമിച്ചു, പ്രാർത്ഥിച്ചു. ഈശോയെ, അവർക്ക് അങ്ങ് നൽകിയ കൃപകളെ ഓർത്ത്, അവർ വഴി എല്ലാ മക്കളിലേക്കും ഒഴുകിയ അഭിഷേകത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ചേർന്ന് കരങ്ങളടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, ഈ വർഷം ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥ നൽകി, ഒരുപാട് കാർഷിക വിളവുകൾ നൽകി, സാമ്പത്തിക ഭദ്രത നൽകി. കർത്താവെ, നല്ല ഭരണാധികാരികളെ നൽകി, ഭൗതിക മേഖലയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവെ, നന്ദിയോടെ സ്നേഹത്തോടെ കരങ്ങളടിച്ച് അങ്ങയെ പാടി ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ഈശോയെ, ഈ ഒരു വർഷക്കാലം ഞങ്ങളുടെ മക്കൾ വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുണ്ട്. കുഞ്ഞു മക്കളെ കർത്താവെ അങ്ങ് സ്നേഹത്തിൽ പൊതിയുകയായിരുന്നു. മക്കൾ വഴി മാതാപിതാക്കൾക്കും ലോകത്തിന് മുഴുവനും കുഞ്ഞു മക്കളെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞു മക്കളെ പ്രതി നന്ദി പറഞ്ഞ് ചേർന്ന് ഞങ്ങൾ പാടി ആരാധിക്കുന്നു. ഈശോയെ, ഈ ഒരു വർഷക്കാലം കർത്താവെ, ഒരു പടി കൂടെ അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ അടുത്തായിരിക്കുവാൻ കർത്താവ് ഒരുപാട് പേരെ അങ്ങ് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് അഭിഷേകത്താൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്ത ഒരു വർഷമാണ് കർത്താവെ. ദൈവസ്നേഹം ഞങ്ങളിലും അനേകരിലും ജ്വലിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ആരാധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇവിടെ പറഞ്ഞതല്ല, അതിലും ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് ഈ ഒരു വർഷകാലം നൽകിയിട്ടുണ്ട്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ ലഭിച്ചിട്ടുണ്ട്. വിവാഹ തടസ്സം നേരിട്ട ഒരുപാട് പേരുടെ വിവാഹങ്ങൾ നടന്നു. ജോലി മേഖലയിൽ തടസ്സമുണ്ടായിരുന്ന ഒരുപാട് പേരെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈശോയെ, അവരെല്ലാം പ്രതി ഞങ്ങളങ്ങേ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ഈശോയെ, ഒത്തിരി വേദനിപ്പിച്ചവരുമുണ്ട്, മുറിപ്പെട്ടവരുണ്ട്. ഈശോയെ, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിലേക്കും അങ്ങ് അഭിഷേകമായി കടന്നു വന്നു. ക്രൈസ്തവ ജീവിതത്തിൽ ഇതൊന്നും ഒരു മുറിവല്ലല്ലോ, എല്ലാം ലാഭമാണ്. ഈശോയെ, നന്ദി പറഞ്ഞ് സ്നേഹത്തോടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നിശബ്ദതയിൽ ഈശോയെ, ഈശോയെ എന്ന് പതിയെ നാവിൽ ഉരുവിടാം. ഈശോയെ, നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്
അങ്ങ് നൽകിയ സഹനങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ കൂടെ പാടുന്നു. നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും പാടാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. 2026 കർത്താവേ, പുതിയൊരു വർഷം അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നന്ദി പറയുന്നു ഈശോയെ. ആ വചനം പറഞ്ഞു വെക്കുന്നു. വെളിപാട് പുസ്തകം 21:4-5 തിരുവചനങ്ങൾ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. തമ്പുരാനെ, വെളിപാട് പുസ്തകത്തിലൂടെ അങ്ങ് തരുന്ന വലിയ ബോധ്യം, അഭിഷേകത്തിൻ്റെ വചനം, സകലവും കടന്നുപോയി, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. യെശയ്യാ പ്രവചനം 43:18-19. കർത്താവേ, അങ്ങയുടെ പ്രവാചകൻ പ്രവചിച്ചു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കർത്താവേ, ഒരു പുതിയ കാര്യം, ഇത് അനുഗ്രഹത്തിൻ്റെ കൃപയുടെ കാര്യമായി മാറുമെന്ന് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. യെശയ്യാ പ്രവചനം 65:17 വചനം വീണ്ടും, ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ കാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഈ വർഷം ഈശോ നമുക്ക് ഒരുക്കുന്ന വചനം യെശയ്യാ പ്രവചനം 65:17. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. ഈശോയെ, ഈ ഒരു വർഷത്തെ മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഒന്നുകൂടി കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഈശോയെ, ഒരു പടി കൂടെ അങ്ങേ സ്നേഹിക്കുവാനുള്ള കൃപ തരണമേ. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. പുതിയ വർഷത്തെ സമർപ്പിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ഒരു പടി കൂടെ അങ്ങേ സ്നേഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ എടുക്കുന്ന തീരുമാനം ഇതാ കർത്താവേ, ഈ ഒരു വർഷം, ഈ പുതുവർഷത്തിൽ അങ്ങേക്കാൾ അധികമായി വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല കർത്താവേ. അങ്ങേക്കാൾ വേറൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല കർത്താവേ. ഈശോയേ, വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല വീണ്ടും ചേർന്ന് പാടാം. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ.
നന്ദി പറയുന്നു. നല്ല തീരുമാനങ്ങളെടുത്ത് 2026 അങ്ങയോടൊപ്പം ഞങ്ങൾ പ്രവേശിക്കുകയാണ്. കർത്താവേ, സങ്കീർത്തനം 80:3 ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. വെളിപാട് പുസ്തകം 22:12 പ്രിയജനമേ, കർത്താവ് ഇതാ നമുക്ക് തരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. ഈശോ വരികയാണ്. പുതിയൊരു വർഷവുമായിട്ട് അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു വർഷമാകട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് ഈ വർഷത്തെ നമുക്ക് വരവേൽക്കാം. ഒപ്പം കഴിഞ്ഞ ഒരു വർഷക്കാലം, ഒരു വ്യാഴവട്ടം മുഴുവൻ ജീവിതകാലം അത്രയും കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഈശോയെ സ്നേഹിച്ച് ഈ ധൂപത്തിൽ നിന്നും ഉയരുന്ന പരിമള സൗരഭ്യം സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ സ്തോത്രബലിയും എൻ്റെ നന്ദിയുമെല്ലാം സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. നമുക്ക് തമ്പുരാനെ ധൂപിച്ച് നന്ദി പറഞ്ഞ് സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ. നിർമ്മലരായ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കണ്ണുകളടയ്ക്കാം ഒരിക്കൽ കൂടെ. ഈശോ നമ്മളെ ആശീർവദിക്കുന്നതിന് മുൻപ് 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, എൻ്റെ നാഥനെ ആരാധന പറയുന്നു, നന്ദി ചൊരിയുന്നു. ദിനവൃത്താന്ത 16:34 കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഈശോയെ, നന്ദിയോടെ ഞങ്ങൾ മുട്ടുകുത്തുന്നു, അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ, നിൻ പാദേ സർവം അർപ്പിച്ചേക, എന്നേ